യെസ്, ശ്രീ എം കെ ഹരിദാസ്, ഈ തീവെട്ടിക്കൊള്ള നടത്തുന്ന ദേവസ്വം ബോർഡ് പിരിച്ചുവിടേണ്ട സമയം അതിക്രമിച്ചില്ല. നോക്കൂ, ഈ ഹൈന്ദവ ആരാധനാലയങ്ങളിൽ, ഈ ക്ഷേത്രങ്ങളിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ വെട്ടിപ്പും തൂർത്തൊക്കെ നടക്കുമോ തോന്നുന്നുണ്ടോ? മറ്റേതെങ്കിലും ഒരു മതത്തിൻ്റെ ആരാധനാലയത്തിൽ ഇതുപോലൊരു തട്ടിപ്പും വെട്ടിപ്പും നടക്കും? അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അനന്തരഫലം? എല്ലാം നമുക്കറിയാവുന്നതല്ലേ. എന്തിനാണ് ഈ ദേവസ്വം ബോർഡ്? ഇവര് തൊടുന്നതിലെല്ലാം കൈയിട്ട് വാരുകയല്ലേ? ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ടിട്ട് ശ്രീ അനിൽ നമ്പ്യാർ എന്ത് കാര്യമുള്ളത്? ഇതേമാതിരിത്തെ മറ്റു ദേവസ്വം ബോർഡല്ലേ വരിക. അപ്പോൾ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിട്ടത് കൊണ്ട് പ്രയോജനമില്ല. കാരണം എന്താ വെച്ചാൽ കേട് കാതലിനാണ്. ആരാണോ ദേവസ്വം ബോർഡിനെ നിയോഗിക്കുന്നത് അവർക്കാണ് കേട്. അവിടെയാണ് ആ കേട് തിരുത്തിയിട്ട് വേണം ദേവസ്വം ബോർഡുകളുടെ കാര്യത്തിൽ നമ്മൾ പിരിച്ചുവിടണോ പുതിയത് വരണോ എന്നുള്ളത് തീരുമാനിക്കാൻ. ഇപ്പോൾ പ്രശാന്ത് പോയി, നമുക്ക് ജയകുമാറിനെ കുറിച്ചിട്ട് നമുക്ക് മറ്റുള്ളതൊക്കെ റെഡിയാണെങ്കിലും പിണറായി വിജയൻ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കണ ഒരു കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ളത് നമുക്ക് അറിയാം. അപ്പൊ നാളെ ഇതുമാതിരിയുള്ള ഒരു എന്താ പറയേണ്ടത്, റബ്ബർ സ്റ്റാമ്പ് മാതിരിയുള്ള ഒരു 3 പേര് വന്നു കഴിഞ്ഞിട്ട് പ്രയോജനം എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഗുരുവായൂർ ദേവസ്വത്തിന്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിയമിച്ചത് ലോകായുക്തയില് 2 കേസുകൾ നിലനിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു IAS ഉദ്യോഗസ്ഥനല്ലാത്ത ആള് ഗുരുവായൂർ ദേവസ്വത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയത് ആ വ്യക്തിയാണ്. അദ്ദേഹത്തിന് 2 കേസുകൾ, അഴിമതിക്ക് വേണ്ടിയിട്ടുള്ള 2 കേസുകൾ ലോകായുക്തയിൽ ഉണ്ടായിരുന്നു. ഇവർ ഈ ശബരിമലയിൽ മാത്രമൊന്നുമല്ല, ഈ 16 നമ്മൾ 2016 മുതൽ കേൾക്കുന്നതാണ്. അവിടെ കൈയിട്ട് വാരി, ഇവിടെ കൈയിട്ട് വാരി, അവിടെ അഴിമതി, ഇവിടെ അഴിമതി എന്നുള്ളത് 2016 മുതൽ. ഈ മന്ത്രിസഭയുടെ കാലാവധി തീരാൻ കേവലം 2-3 മാസം ബാക്കി നിൽക്കുമ്പോൾ വരെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് എന്ത്? അഴിമതി കൈയിട്ട് വാരല്ലേ. അതിൽ ചാരാൻ വേണ്ടിയിട്ട്, ഈ അഴിമതി കൃത്യമായിട്ട് നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഒരു ഊരാളുങ്കൽ സൊസൈറ്റിയും നമ്മുടെ കഷ്ടകാലം നേരത്ത് ഉണ്ട്. അപ്പൊ എല്ലാ ഊരാളുങ്കൽ സൊസൈറ്റിയെ പോയി ചാരിയിട്ടാണ് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ വർക്ക് കൊടുക്കാൻ 2005-ലോ 2006-ലോ ഉത്തരവായിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഈ ശബരിമല ആഗോള സംഗമം എന്ന് പറയുന്ന സംഗതിയുടെ കരാറ് ഉണ്ടാക്കുമ്പോൾ അതിലൊരു വരി എഴുതിയിട്ടുണ്ടാക്കിയിട്ടുണ്ട്. 10% തുക ഇതിനേക്കാൾ കൂടുതൽ ചെലവാക്കാനുള്ള അനുവാദം ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തതിന്റെ അർത്ഥം എന്താണ്? അതിന് 1000 അർത്ഥങ്ങളുണ്ട്. അതായത് കൃത്യമായിട്ടുള്ള പണം ചെലവായി കഴിഞ്ഞു കഴിഞ്ഞാലും 10%, അതായത് 5 ലക്ഷം രൂപ ചെലവായി കഴിഞ്ഞാൽ ഒരു 50,000 കൂടി റിസർവ്ഡ് ആണ്. നമുക്ക് അതിൽ നിന്നും കൈയിട്ട് മാന്താനുള്ള അവകാശമുണ്ട് എന്നുള്ളത് ഊരാളുങ്കൽ സൊസൈറ്റി. അപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 9.25 വർഷം നടത്തിയിട്ടുള്ള എല്ലാ കൊള്ളയ്ക്കും ചാരാനുണ്ടായിരുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. ഈ 9.25 വർഷത്തെ ഭരണം കൊണ്ട് ആര് നന്നായി എന്ന് ചോദിച്ചാൽ ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നന്നായി എന്നല്ലാതെ കേരളത്തിൽ മറ്റൊരു വിധത്തിലുള്ള പുരോഗമനവും ഒരു വിധത്തിലുള്ള എന്താ പറയേണ്ടത് നിർമ്മാണ പ്രവർത്തനങ്ങളും ഒന്നും ഇവിടെ മറ്റൊരു സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതിനപ്പുറമുള്ള ഒന്നും ഇവിടെ നടത്തിയിട്ടില്ല. ഞാൻ 2-4 ഈ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ട് 2-4 ഉദാഹരണങ്ങൾ പറയാം. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ബോൾഗാട്ടി പാലസിൽ ഒരു 2 ദിവസത്തെ ഉത്സവം നടത്തി. 100 രൂപയായിരുന്നു ചെലവ്. നാളെ ഇതുവരെ ആ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കരാറ് പോലും ഒരു ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒപ്പുവെച്ചിട്ടില്ല എന്നാണ് ഒരു മാസം മുമ്പ് വരെ എനിക്ക് കിട്ടിയിട്ടുള്ള വിവരാവകാശ മറുപടിയിലൂടെ അറിയാൻ കഴിയുന്നത്. കേരളീയം 16 കോടി ചെലവായിട്ടുണ്ട്, ബാക്കി ചെലവുകളുടെ കണക്കെടുത്തിട്ട് വരുന്നേ ഉള്ളൂ എന്നുള്ളത് എപ്പോൾ വിവരാവകാശ അപേക്ഷ അയച്ചാലും ഈ മറുപടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ 16 കോടി രൂപ ചെലവാക്കിയിട്ട് നമ്മൾക്ക് എന്താണ് ലഭിച്ചത്? ലോക കേരള സഭ 3 ലോക കേരള സഭകൾ നടത്താൻ വേണ്ടിയിട്ട് 12.6 കോടി രൂപയാണ് ചെലവാക്കിയിരിക്കുന്നത്. അതിന്റെ ഈ ബലം പ്രത്യക്ഷത്തിൽ യാതൊന്നുമില്ല. ഒരു സ്ഥാപനം മാത്രമാണ് ഈ 12.6 കോടി രൂപ ചെലവാക്കിയിട്ട് 3 കോടി രൂപയുടെ എന്തോ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മറുപടി വന്നിട്ടുണ്ട്. ഒടുവിൽ നമുക്ക് AI ക്യാമറയുടെ കാര്യം എടുക്കുക. AI ക്യാമറ സ്ഥാപിക്കുമ്പോൾ ഈ സഖാക്കൾ എന്തൊക്കെയാണ് ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് പറയുന്നത്? നാളെ തൊട്ടിട്ട് കുന്നുകൂടുകയാണ്. അതായത് ട്രാഫിക് നിയമ ലംഘനങ്ങളിലൂടെ ജനങ്ങൾ കാണിക്കുന്ന എല്ലാ വിധത്തിലുള്ള തെറ്റുകളും കണ്ടുപിടിച്ചിട്ട് പണം ഒഴുകി എത്തുന്നാണ് പറയുന്നത്. 3 ലക്ഷം പേർക്ക് നോട്ടീസ് അയക്കാൻ കെൽട്രോണിന് ഇതുവരെയ്ക്ക് 2ാമത്തെ ഗഡു പൈസ കൊടുക്കാത്തത് കൊണ്ട് സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് AI ക്യാമറയുടെ കാര്യം പോയിരിക്കുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഇവർ നോക്കുമ്പോഴാണ് വിജയന്റെ മരുമകളുടെ അച്ഛൻ രക്ഷപ്പെട്ടു. അതാണ് പറയുന്നത്. അപ്പൊ അതിലെ നമ്മുടെ ജെയിംസ് പാലമറ്റത്തിൽ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മീറ്റിംഗിൽ കൈ പൊക്കി കാണിച്ചിട്ട് ഒരു വ്യക്തി മാത്രം പേര് പറഞ്ഞില്ല, ആ വ്യക്തി ഇദ്ദേഹമാവുമെന്നുള്ളൊരു സൂചന ആ കാലത്ത് ചർച്ചയിൽ പറയുന്നുണ്ടായിരുന്നു. അത് നമുക്ക് വിടാം. ഇപ്പൊ ഒടുവിൽ ഇവര് ആലോചിച്ചു, ഇനി എവിടുന്നാണ് നമ്മൾ അടിച്ചു മാറ്റുക, എന്താണ് നമുക്ക്? അപ്പൊ എല്ലാ മേഖലകളിലും കൈവച്ചിട്ട് എല്ലാ സഖാക്കളെയും പണക്കാരാക്കി മാറ്റിയപ്പോ ഇനി പോണ പോക്കില് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു നിഗൂഢമായിട്ടുള്ള ഒരു ആലോചന വന്നപ്പോഴാണ് ശബരിമല. ഇപ്പൊ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചിട്ടുള്ള ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞ പ്രകാരമാണെങ്കിൽ
നമ്മുടെ അയ്യപ്പ ഭക്തര് നമ്മൾ പറയില്ലേ, അങ്ങേയറ്റം ഭക്തര് അത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ കൊണ്ടുപോയിട്ട് ഈ വഴിപാടുകളൊക്കെ കഴിക്കുന്നത്. സത്യത്തിൽ പറഞ്ഞാൽ വഴിപാട് ഇവിടെ വിജയ് മല്യയെ കൊടുത്ത സ്വർണം പൂശിയതോ ദ്വാരപാലക ശില്പം ഒന്നുമല്ല. ഈ കൈകാര്യം ചെയ്യുന്ന പണം മുഴുവൻ ഭക്തർ അതാത് വർഷം കൊടുക്കുന്ന 600 കോടി 700 കോടിയുടെ നടവരവാണ്. അത് അവർ കൊണ്ടുപോയി ഇടുന്നത് എത്രത്തോളം ആത്മാർത്ഥമായി ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് വഴിപാട് ചെയ്യുന്ന പണം എത്രത്തോളം സുരക്ഷിതമല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് പറയാനുള്ളത്. അപ്പോ ഇവരുടെ ഇത്തരത്തിലുള്ള ഇപ്പൊ ഞങ്ങൾ രണ്ടാളും, ഞാനും ശ്രീ അനിലും മറ്റൊരു ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി എന്ന് പറഞ്ഞു വന്നിട്ടുള്ള ആള് പറഞ്ഞത് എന്താ വെച്ചാൽ അവധാനത കുറവുണ്ടായി, ഒരു ഏകോപനത്തിന്റെ മിസ്റ്റേക്ക്. അതായത് കട്ടു, പല വിധത്തിൽ കട്ടു, കിടക്കയുടെ കാര്യത്തിൽ കട്ടു, അയ്യപ്പ വിഗ്രഹം മറ്റേ കിറ്റിലാക്കി കൊടുക്കേണ്ട കാര്യത്തിൽ കട്ടു, അതുമാതിരി തന്നെ ഭക്ഷണ കാര്യത്തിൽ കട്ടു, പിണറായി വിജയന്റെ കിടക്കയുടെ കാര്യത്തിൽ കട്ടു, എല്ലാം കട്ടതൊക്കെ ശരിയാണ്. പക്ഷെ അവിടെ ഒരു അവധാനത കുറവ്, അതായത് ഒരു ഏകോപനം ഉണ്ടായില്ല. കണക്ക് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ശ്രദ്ധിക്കാതെ ചെയ്തു പോയതിന്റെ ഒരു അപരാധമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കിയത്, ഞാനത് അങ്ങോട്ട് പറയുകയും ചെയ്തത്. അദ്ദേഹം ഇതാണ് പറഞ്ഞത്, ഒരു ഏകോപനം ഇല്ലാതെ പോയി കണക്ക് കൊടുക്കുന്ന കാര്യത്തിൽ ഏകോപനക്കുറവ് ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്താണിത്. ഇതിപ്പോ ശ്രീ അനിൽ നമ്പ്യാർ, ഇത് കോടതി ലക്ഷ്യമല്ലേ? എന്താണ് ഈ കേസ് കോടതിയിൽ വന്നപ്പോ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ 3 ദിവസം മുമ്പ് ഇവര് റിട്ടേൺ ആയിട്ട് കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്നത് ദേവസ്വം ബോർഡിന്റെയോ അല്ലെങ്കിൽ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതോ ആയ ന്യായ പൈസ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ചെലവാക്കില്ല, മുഴുവൻ സ്പോൺസർഷിപ്പ് നടൻ പറഞ്ഞു. ഇപ്പൊ ആരോട് ചോദിച്ചിട്ടാണ് ഇവർ ഈ 3 കോടി രൂപ ഈ ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്തിട്ട് ഈ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ചെലവാക്കിയിരിക്കുന്നത്? 3 കോടി തിരിച്ചടച്ചത് വേറെ വിഷയം. ഈ എടുക്കില്ല എന്ന് പറഞ്ഞ പണം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുള്ള ഒരു വിഷയത്തില് എങ്ങനെയാണ് ഇവർക്ക് ഈ 3 കോടി എടുക്കാൻ സാധിക്കുക? അപ്പോ ഇത് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഉറപ്പ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ആഗോള അയ്യപ്പ സംഗമം നടക്കട്ടെ എന്ന് ഹൈക്കോടതി പറഞ്ഞത്. ആ ഉറപ്പിന്റെ ഒറ്റ തീർച്ചയായിട്ടും യെസ് കറക്റ്റ്. അതെ, അന്ന് ആ ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഗമം കോടതി നിരോധിക്കുമായിരുന്നു എന്ന് തന്നെയാണ് അന്ന് കോടതിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിച്ചിരിക്കുന്നത്. എന്തൊരു അഹങ്കാരമായിരുന്നു അനിൽ നമ്പ്യാർ അന്ന് ആഗോള അയ്യപ്പ സംഗമം നടന്ന വൈകുന്നേരം ഈ സഖാക്കളൊക്കെ ടിവിക്കാരെ കാണുമ്പോ. ഇത് ഭരണത്തിന്റെ നേട്ടമാണ്, ഭരണത്തിലേക്ക് വന്നിട്ടുള്ള ഒരു പൊൻതൂവൽ കൂടിയാണ്. 28 സംസ്ഥാനങ്ങളിൽ, എത്ര സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ നടത്താൻ പറ്റും? 5000 ആളെ പ്രതീക്ഷിച്ച് നടത്തിയ ഒരു സംഗമത്തിൽ 500 പേര് വന്നപ്പോ ഈ സഖാക്കളുടെ തള്ളായിരുന്നു ഈ കേട്ടിട്ടുള്ളത്. അതായത് ഇത് നടത്താൻ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കൂ എന്ന അർത്ഥം വരുന്ന 5000 പേർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്, 5000 പേർ 11 മണിക്ക് ചായയും കടിയും കഴിച്ചിട്ടുണ്ട്. അത്താഴത്തിന് 3000 പേരേ ഉള്ളൂ കേട്ടോ. 2000 പേര് പോയി, 3000 പേരെ അത്താഴം കഴിച്ചിട്ടുള്ളൂ. ബാക്കിയാണ് ഇതിനൊരു പ്രത്യേക തൊലിക്കെട്ടി വേണം കേട്ടോ. അല്ല, ആ തൊലിക്കെട്ടി എന്ന് പറയാൻ നോക്കൂ ശ്രീ ഹരിദാസ്, പോട്ടെ, നന്ദഗോവിന്ദം ഭജൻസിനെ എന്തിനാണ് ഇതിലേക്ക് വലിച്ചിഴച്ചത്? അവിടെ അവിടെ ഇഷാൻ ദേവ് എന്ന് പറയുന്ന ഒരു ഗായകനാണ് ഭക്തിഗാന സുധ നടത്തിയത് എന്ന് അവന്റെ പേരങ്ങ് പറഞ്ഞാൽ പോരെ? അവൻ 8 ലക്ഷം രൂപ കൊടുത്തു പറഞ്ഞപ്പോൾ ഈ നന്ദഗോവിന്ദത്തിന് എന്തിനാണ് ഇതിലേക്ക് വലിച്ചിഴച്ചത്? അവന്റെ പേര് എഴുതിയാൽ അവൻ ഒന്നും മേടിച്ചിട്ടില്ല. പക്ഷെ നന്ദഗോപൻ ഭജന സംഘത്തിന്റെ പേര് എഴുതി കഴിഞ്ഞാൽ അതിന് ബഡ്ജറ്റ് ചെയ്ത് തുക അങ്ങോട്ട് എടുക്കാലോ. ജനം ഇതൊന്നും കാണുന്നില്ല എന്നാണല്ലോ ഇവരുടെ വിചാരം ഉണ്ടായിരുന്നത്. ഉപഹാരമായി നൽകാൻ വേണ്ടിയിട്ടുള്ള അയ്യപ്പ വിഗ്രഹത്തിന്റെ 8 ലക്ഷം ആകുന്നുമില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ രസം. ഈ ഉപഹാരമായി നൽകാൻ വേണ്ടിയിട്ടുള്ള അയ്യപ്പ വിഗ്രഹത്തിന്റെ കണക്കിൽ പോലും കൃത്യതയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് എന്ത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കൊള്ളയല്ലേ ഇവർ ഈ ഒരു പേരിൽ നടത്തിയിരിക്കുന്നത്? ഇവർക്ക് ലജ്ജ എന്ന് പറയുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോ എന്താണ് വേണ്ടത് വെച്ചാൽ ദേവസ്വം മിനിസ്റ്റർ രാജിവെച്ചുകൊണ്ട് ഇതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം, ഞാൻ നിയമസഭയിൽ സഭാംഗങ്ങളെയും കേരളത്തിലെ ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചതിന് ഞാൻ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു, ഞാനിതാ രാജിവെക്കുന്നു എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കും ശ്രീ അനിൽ നമ്പ്യാർ? അതിനുള്ള ഉളുപ്പ് അതിലും വലിയൊരു കൊള്ള നടത്തിയിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഇദ്ദേഹത്തിന് അറിയാമായിരിക്കാം, നമ്മുടെ രാധാകൃഷ്ണൻ സാറിന് അറിയായിരിക്കാം. അതായത് ഈ ശബരിമലയിൽ കേടായിട്ടുള്ള അരവണ ഇതുണ്ടല്ലോ, ടിന്നുകളുണ്ടല്ലോ, അത് മൊത്തത്തിൽ ഈ കുഴിച്ചിടുന്നതിൽ, അത് പിന്നീട് കത്തിക്കുന്നതിലോ, അത് പോയത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ഒരാൾക്ക് കൊടുത്തത്. ആ ഒരാള് മുന്നോട്ട് വന്ന് പറഞ്ഞു, ഞാൻ ചെറിയ പൈസക്ക് ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അതൊന്നും പറ്റില്ല,
അത് പറ്റില്ല. ഏറ്റുമാനൂരിൽ നിന്നാണ് ഒരാൾ വന്നത്. അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. അതൊക്കെ അല്ല, ഈ പുതിയ പുതിയ വിഷയങ്ങൾ വരുന്ന സമയത്ത് ഇതൊക്കെ അങ്ങ് സൈഡ് ലൈൻ ചെയ്യപ്പെടുകയാണ്. പക്ഷേ അതിലും ഒരു അന്വേഷണം വേണം. അങ്ങനെ ആണെങ്കിൽ വാസവന്റെ തനിനിറം പുറത്തു വരും. അത് തന്നെയാണ് ശ്രീ അനിൽ നമ്പ്യാർ, താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യം ചോദിച്ചത് ഇതാണ്. ഈ ബോർഡിനെ പിരിച്ചുവിടുകയല്ലേ വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതും ഇത്തരത്തിൽ മറ്റൊന്ന് വരുമ്പോൾ മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം സൈഡാക്കപ്പെടുകയാണ്. ജനം അത് മറക്കുകയാണ്. ആ ഒരു ഉറപ്പ് ഇവർക്ക് ഉള്ളത് കാരണം കൊണ്ട് നമ്മൾ ഈ 9.25 കൊല്ലത്തെ ഭരണത്തിന് വിലയിരുത്തിയാൽ അടിമുടി അഴിമതി, കാട്ടിലെ മരം തേവരുടെ ആന എന്ന നിലയ്ക്കുള്ള കൈയിട്ട് മാന്തലുകള്, കത്തണ പെരയ്ക്ക് ഊരണ കഴുക്കൂലിൽ ലാഭം എന്ന നിലയ്ക്കുള്ള പെരുമാറ്റം, ഈ സർക്കാരിനെ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഉപകാരമല്ലാതെ ഉപദ്രവമല്ലാതെ യാതൊരു വിധത്തിലുള്ള ഉപകാരവും ഉണ്ടായിട്ടില്ല. അതിലെ കൈയിട്ട് വാരി ശബരിമല ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഭക്തന്റെയും ദുർബലമായ ഒരു വികാരമാണത്. അത് ഒരു സാധാരണ ക്ഷേത്രം മാതിരിയല്ല. അവിടെ നാനാജാതി മതസ്ഥർക്കും അവിടെ വന്ന് തൊഴാനുള്ള അനുവാദം നിലനിൽക്കുന്ന ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഇത്തരത്തിലൊരു കൊള്ള നടത്തിക്കൊണ്ട് കോടികൾ, ലക്ഷങ്ങളല്ല, ഇപ്പൊ കേട്ടോടത്തോളം ഏകദേശം ജയകുമാർ പറഞ്ഞ 7 കോടിയിൽ നിൽക്കുകയാണെങ്കിൽ തന്നെ ഒരു 3,98,00,000 രൂപയാണ് അടിച്ചു മാറ്റിയിരിക്കുന്നത്. അപ്പൊ ഇവരുടെ നമ്മൾ പറയും സ്ഥായിയായിട്ട് തൊഴിൽ എന്താണെന്ന് പറഞ്ഞാൽ അത് അടിച്ചുമാറ്റലാണ്. ആ അടിച്ചുമാറ്റൽ ഇവിടെയും ഭംഗിയാക്കി നിർവഹിക്കപ്പെട്ടു. പക്ഷെ അതിന്റെ ഭാവി ഭവിഷ്യത്തുകൾ ഹൈക്കോടതിയുടെ തുടർന്നുള്ള നടപടികൾ എന്താണ് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചെറിയ അടിച്ചുമാറ്റലല്ല, ലോക്കൽ അടിച്ചുമാറ്റലല്ല, ആഗോള അടിച്ചുമാറ്റലാണ്. യെസ്.